കണ്ണൂർ എത്തിയാൽ പിന്നെ കണ്ണൂർ കോക്ടെയിൽ കുടിക്കാതെ ഒരടി മുന്നോട്ട് പോവില്ല. അപ്പോൾ കണ്ണൂർ കാൽടെക്സ് ജംഗ്ഷനിലുള്ള കണ്ണൂർ കോക്ടെയിൽ വാങ്ങിച്ചു, കഴിച്ചു നോക്കി. ആഹാ, എന്തൊരാശ്വാസം! അത് കുടിക്കുമ്പോൾ തന്നെ നല്ലൊരാശ്വാസം കിട്ടും. ഈവൻ നല്ല ടേസ്റ്റുമാണ്, നല്ല സുഖമാണ്. സോ കണ്ണൂർ കോക്ടെയിലും വാങ്ങിയിട്ട് നേരെ വിട്ടത് നമ്മുടെ ബേബി ബീച്ചിൽ. അവിടെ ഉണ്ടായിരുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ നല്ല അടിപൊളി ഫുഡ് കിട്ടും, അതാണ് മെയിൻ ഉദ്ദേശം. അങ്ങനെ അവിടേക്ക് വിട്ടു. പക്ഷെ അവിടെ നിന്ന് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയി അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു റിസോർട്ടിലേക്കാണ് പോയത്. ഇനി റിസോർട്ടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾ തന്നെ എൻജോയ് ചെയ്യും. അപ്പോൾ ഇപ്പം ഞാനുള്ളത് നമ്മുടെ മസ്കോട്ട് ഹോട്ടലിലാണ്, കണ്ണൂർ. നല്ല വെയിലാണ്, ഈവൻ ബീച്ചിൻ്റെ സൈഡാണ്. അപ്പോൾ ചില ആൾക്കാർ പറയും നമുക്ക് ബീച്ച് സൈഡിലുള്ള ഒരു റിസോർട്ടിൽ സ്റ്റേ ചെയ്യണമായിരുന്നു. സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു റിസോർട്ട് എന്ന് പറയുന്നത്. ഒരു കിടിലം വൈബാണ്. ഈവനിങ്ങിലൊക്കെ എന്താ പറയുക, ബീച്ചൊക്കെ നോക്കിയിരിക്കാനും. എനിക്ക് ഈ വെയിൽ കാരണം സംസാരിക്കാൻ പറ്റുന്നില്ല കേട്ടോ, നല്ല ബുദ്ധിമുട്ടുണ്ട്. ഈവൻ ഇവിടുത്തെ ഒരു കംപ്ലീറ്റ് ഏരിയ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇറ്റ്സ് റിയലി നൈസ്. എനിക്ക് സ്റ്റോൺ ബെഞ്ചൊക്കെ കണ്ടോ, ഇതൊക്കെ നല്ല ഇഷ്ടമായി. അപ്പം നമ്മളിങ്ങനെ നാട്ടിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാ സ്ഥലവും നമ്മൾ എൻജോയ് ചെയ്യണം. ലൈക്ക് പോയി കണ്ട് അവിടെയൊക്കെ നല്ല രീതിയിലൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത്. വാവ്, സ്വിമ്മിങ് പൂൾ കാണിച്ചുതരാം. നല്ലൊരു ഏരിയ ആണ്. ഇവിടെ നല്ല ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മേളിൽ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ട്, നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയ ഹോട്ടൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് പോലെ ഉണ്ട്. ആൻഡ് ലുക്ക് അറ്റ് ദിസ് പൂൾ, ഓ മൈ ഗോഡ്, ഞാൻ ഇതിൽ വീഴാൻ ചാൻസ് ഉണ്ട്. ഇറ്റ്സ് റിയലി നൈസ്, ബ്യൂട്ടിഫുൾ. യാ, ഐ റിയലി ലൈക്ക് ഇറ്റ്. കുട്ടികൾക്കൊക്കെ പറ്റിയ ചെറിയ പൂളുണ്ട്, വലിയവർക്ക് വേണ്ടിയിട്ട് വലിയ പൂള്. ഓ മൈ ഗോഡ്, ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. മൈൻഡൊക്കെ വല്ലാതെ ഡൗൺ ആവുന്ന സമയത്ത് ഒറ്റയ്ക്ക് പോയിരുന്ന് ഒന്ന് റിലാക്സ് ആവാനും കടലിൽ നോക്കി കുറച്ചു നേരം ഓർമ്മകൾ അയവിറക്കാനും അതുപോലെ നല്ല ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ചെറിയ സ്പോട്ട്. എന്തായാലും സംഭവം അടിപൊളിയാണ്. വല്ലപ്പോഴൊക്കെ കണ്ണൂരേക്ക് വരികയാണെങ്കിൽ ഈ ഒരു സ്പോട്ട് നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചു നേരമൊക്കെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അതുപോലെ ഇവിടുത്തെ റൂം ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഒരു പാസ്ത ഓർഡർ ചെയ്തു. പിന്നെ ബീച്ചിൻ്റെ ഈ ഒരു ആംബിയൻസിലൊക്കെ ഇരുന്ന് നല്ല രീതിയിൽ പാസ്ത കഴിക്കാൻ തുടങ്ങി. കുഴപ്പമുണ്ടായിരുന്നില്ല, ഒരു മീഡിയം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അതൊക്കെ കഴിച്ച് നല്ല ആംബിയൻസ് ഒക്കെ എൻജോയ് ചെയ്ത് നേരെ പോയത് ഫ്രൂട്ട് ബേയിലേക്കാണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ നിൽക്കുന്ന ഫ്രൂട്ട് ബേ. ഞാൻ ആദ്യമായിട്ടാട്ടോ ഫ്രൂട്ട് ബേയിലേക്ക് പോകുന്നത്. ഇതുപോലൊരു ആംബിയൻസ് അവിടെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആൻഡ് വേൾഡ് ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ എൻ്റെ ടേസ്റ്റിന് പറ്റിയതും കൂടെ ആയിരുന്നു. ആൻഡ് ഐ റിയലി ഹാപ്പി. അതിൽ നിന്നൊന്ന് ചൂസ് ചെയ്ത് പോയി കഴിക്കാനിരുന്നു. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിരുന്ന പുള്ളപ്പ് ഐസ്ക്രീം വന്നിട്ടുണ്ടായിരുന്നു. അത് ഒന്ന് പുള്ളി ചെയ്തു എൻ്റെ സാറേ. പിന്നെ ചുറ്റുള്ളി ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു. ആൻഡ് ഇറ്റ്സ് റിയലി ഡെലിഷ്യസ്. സോ അങ്ങനെ നല്ല പത്തിലും കൂന്തലും മിക്സ് ആയിട്ടുള്ള അടിപൊളി മിക്സ് കിട്ടിയിരിക്കുകയാണ്. കഴിച്ചു നോക്കാം. ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മിക്സും കഴിച്ച് വീട്ടിലേക്ക്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.